നമ്മുടെ സന്തോഷ് വർക്ക് ഇപ്പൊ എവിടെയാണ്? നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തി അപമാനിച്ചു എന്നുള്ള പേരിൽ ഇപ്പൊ 14 ദിവസത്തേക്ക് സന്തോഷ് വർക്കിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 7514 BNS, അതുപോലെ തന്നെ 67 IT ആക്ട്. കസ്റ്റഡിയിലെടുത്തത് മറ്റേ നമ്മുടെ സ്ക്വാഡുകാരാണ്. സ്ഥലം അവര് താമസ സ്ഥലത്ത് നിന്ന്, വേറെ ഫംഗ്ഷന്റെ സ്ഥലത്തൊന്നുമല്ല, താമസ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത. എത്ര പരാതിയുണ്ട് സാർ? പരാതിക്കാർ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ, അല്ല, റിമാൻഡ് ഞങ്ങൾ കോടതി ഹാജരാക്കും. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ജാമ്യം നൽകാനുള്ള നിയമപരമായി നൽകാൻ പറ്റില്ല. സ്റ്റേഷൻ ജാമ്യമില്ല. അതാണ്. ചലച്ചിത്ര പ്രവർത്തകരായിട്ടുള്ള ഉഷ ഹസീന, ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ എന്നിവരാട്ടോ ഈ സന്തോഷ് വർക്കിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. പ്രധാന പരാമർശം എന്താണെന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും മോശം സ്വഭാവമാണ് എന്നുള്ളതാണ് ഈ സന്തോഷ് വർക്കിയുടെ പുതിയ പരാമർശം. ഈ പരാമർശമാണ് വലിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചതും സന്തോഷ് വർക്കിക്കെതിരെ കേസായി സന്തോഷ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതും. ഇതൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിക്കണം. എന്നിട്ടേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം രീതിയിലേക്കൊക്കെ കേസ് വഴിമാറിപ്പോവും. ഈ സന്തോഷ് വർക്കിയുടെ ഇത്തരത്തിലുള്ള സ്വഭാവം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുന്നും നിത്യമേനോൻ തുടങ്ങിയിട്ട് നമ്മുടെ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ നടി മീന, ഇവരോടൊക്കെ ഇയാൾക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. ക്രഷ് മാത്രമൊന്നുമല്ല, ഇവരോടൊക്കെ വിവാഹാഭ്യർത്ഥന ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം കേട്ടോ. ഒരു നടിമാരും വിടില്ല. ഒരു പരിധി വിട്ട് എന്തെങ്കിലും ക്വാളിറ്റി ഒക്കെ കണ്ടുപിടിച്ച് ആ നടീനെ ഒന്നെങ്കിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇഷ്ടാന്നുള്ള അയാള് തുറന്ന് സോഷ്യൽ മീഡിയ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടു എന്നെ നിഖില വിമലെ വെച്ചോ. നിഖില വിമല ഒരു കണ്ണൂരുകാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. നിഖില വിമല ഇഷ്ടമൊക്കെയാണ്. എനിക്ക് അവരുടെ അമ്മയോട് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ കല്യാണം താല്പര്യമില്ലെന്നാണ് പറയുന്നത്. പണ്ടെല്ലാം എന്തൊക്കെ ബ്രേക്ക് പറഞ്ഞത്, ഇപ്പോൾ കല്യാണം പ്ലാനില്ല. കുറച്ച് ബോൾഡായിട്ടുള്ള ലേഡിയാണ്. എന്നെ നല്ല മൈൻഡ് ചെയ്യാനൊന്നുമല്ല, അവർക്കറിയില്ല. ഞാൻ ചോദിച്ചു, അവർക്ക് ഫോൺ കൂടി ചോദിച്ചു, ആറാട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കറിയില്ല. നമ്മുടെ നിത്യമേനൊന്നും ഇനി കേൾക്കാത്തതൊന്നുമില്ല. പിന്നെ അതൊക്കെ ഒരു മൈൻഡ് ചെയ്യാതെ വിടുന്ന സിറ്റുവേഷനിലേക്കായി. ഈവൻ നമ്മുടെ മഞ്ജു ചേച്ചിനെ കുറിച്ചിട്ട് ഒരാള് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അട്രാക്ഷൻ തോന്നി ഒരാൾ ജീവിതത്തിൽ തോന്നിയ ഒരാളെന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ബസൂക്ക പടത്തില് ആറാട്ടണ്ണനെ കണ്ടിട്ട് കയ്യടിച്ച് ആർമാദിച്ചിരിക്കും തിയേറ്റർ മുഴുവൻ. ഇങ്ങനെ കയ്യടി കിട്ടാനുള്ള ഒരു കാരണം, ഇതിൽ വേറൊരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിനേക്കാളും സ്ക്രീൻ പ്രസൻസിൽ കയ്യടി കിട്ടിയത് ഈ ചെറിയൊരു സംഭവം ചെയ്ത നമ്മുടെ ആറാട്ടണ്ണനാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഇതാണ്. ഇയാൾ കാണിച്ചു കൂട്ടുന്ന കുറേ വിവരക്കേടുകളും കുറേ വീഡിയോസും ആൾക്കാർ കണ്ട് ഇങ്ങനെ മമ്മൂട്ടിയുടെ പടത്തിൽ ഇയാൾ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളൊരു അതിശയോക്തി ആവാം. എന്തൊക്കെയാലും അതുവരെ അയാൾ എത്തപ്പെട്ടു എന്നുള്ളത് അയാൾ ചിന്തിക്കണം. പക്ഷെ അയാൾക്ക് അതിനും ഒരു സീരിയസ് ആയി കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത്രയും വലിയൊരു പടത്തിൽ എൻട്രി കിട്ടിയിട്ട് നമ്മൾ അറിഞ്ഞൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് ഡ്രസ്സ് മാറാൻ കാരവാൻ കിട്ടിയില്ല എന്നുള്ള പേരിൽ തെറ്റി ഇറങ്ങിപ്പോകുന്നൊരു മനുഷ്യനാണ് ഈ സന്തോഷ് വർക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ, ആ പടത്തിൽ അയാൾ അഭിനയിച്ചിട്ടുള്ളത് ആരുടെയൊക്കെ കൂടിയാണ്. ഒന്ന് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു നടനാണ്, നല്ലൊരു ഡയറക്ടറാണ്. തമിഴിലൊക്കെ അത്യാവശ്യം നല്ല മൂവീസ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്. പിന്നെ സിദ്ധാർത്ഥ് ഭരത് എന്ന് പറയുന്നതും നമ്മൾ അത്യാവശ്യം നല്ല മൂവീസ് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല റോള് ചെയ്തു വരുന്ന നല്ലൊരു നടനാണ്. നല്ല 2 നടന്മാരുടെയും നല്ല 2 ഡയറക്ടർമാരുടെയും കൂടെയാണ് അഭിനയിക്കാൻ ഇയാൾക്കൊരു അവസരം കിട്ടിയത്. ആ അവസരമാണ് അയാൾ ഡ്രസ്സ് മാറാൻ കാരവാൻ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് തല്ലുകൂടി ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അറിയാൻ കഴിഞ്ഞത് ആ സിനിമയിൽ ആ ഒരു ചെറിയ വേഷമല്ല അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസും
കുറച്ചും കൂടി ഡയലോഗ് പ്രസൻസും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. പക്ഷെ അയാളത് നഷ്ടപ്പെടുത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ആ ഒരു നഷ്ടപ്പെടുത്തൽ അയാൾ സ്വയം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അയാൾക്ക് നാളെ ഇതിൽ നല്ല അവസരങ്ങൾക്ക് കിട്ടുമായിരുന്നു. കാരണം അയാൾ എത്തിയത് നല്ലൊരു ടീമിൻ്റെ കൂടെയാണ്. പിന്നെ ഇനി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ലെങ്കിലും ഒരു മമ്മൂട്ടി പടത്തിലാണ് അയാൾ അഭിനയിച്ചത്. അതുപോലും മനസ്സിലാക്കാനുള്ളൊരു മനസ്ഥിതി അയാൾക്ക് ഉണ്ടായില്ല എന്നുള്ളത് അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അയാളുടെ മനസ്സിൽ എന്തായിരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ അതിനൊന്നും വലുതായി കാണുന്നില്ല. സത്യത്തിൽ ആ സീൻ വരെ വരുന്ന അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അയാൾ വലിയൊരു അവസരമാണ് അയാൾ നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അയാൾക്ക് അതിൽ കുറ്റബോധം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോമ്പിനേഷൻ സീനൊന്നുമില്ല. സിദ്ധാർത്ഥ് ഭരതനും ഗൗതമനും വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഫസ്റ്റ് പോയപ്പോൾ ക്യാരമൽ കിട്ടിയതാണ്. ഏതായാലും എനിക്ക് വളരെ കാണുമ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. അല്ലേ. ബാഡ് ബോയ്സ് വന്നപ്പോൾ അതേപോലെ ഞാൻ അവസാനം വിചാരിച്ചു എന്നെ മാറ്റിയിട്ട് പെരറെ കൊണ്ടൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച സീൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ. കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയാണല്ലോ. അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. ഇയാളുടെ കൂട്ടാളികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രധാനമായിട്ട് അലിൻ ജോസ് പെരേര, അഭിലാഷ് ആട്ടായ, മാഹിൻ മൂവാറ്റുപുഴ, വിഷ്ണു കൊച്ചിക്കാരൻ, ഇവരാണ് ഇയാളുടെ പ്രധാനമായിട്ട് ഇയാളുടെ കൂടെ എപ്പോഴും കാണുന്നത്. ഇതിൽ അലിൻ ജോസ് പെരേര സ്വന്തമായിട്ട് മുന്നോട്ട് കയറി വരാൻ നന്നായിട്ട് ശ്രമിക്കുന്ന ഒരു കലാകാരൻ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്ര വലിയ കലാകാരനൊന്നും അല്ലെങ്കിലും കുറേ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നാളേക്കുള്ളൊരു ചുവടാണ് ഇപ്പോൾ കാണിച്ചു വിട്ടുന്ന ഈ പൊട്ടത്തരങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേയൊക്കെ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കൊക്കെ അയാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാണാം, ഇടയ്ക്കൊക്കെ കുറേ പൊട്ടത്തരങ്ങൾ കാണിച്ചു വിട്ടുന്നത് കാണാം. ഈ അയാളുടെയൊക്കെ നാളത്തെ പൊസിഷൻ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ കാരണം ഇപ്പോൾ അത്യാവശ്യം അയാൾക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് വർക്കൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള ഫണ്ടൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ അഭിലാഷാട്ടായും അതുപോലെ തന്നെ ഈ മാഹിൻ മൂവാറ്റുപുഴ, വിഷ്ണു കൊച്ചിക്കാരനും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്നല്ല, ഈ പരിപാടികൾ മൊത്തം കാണുന്ന എല്ലാ വ്യൂവേഴ്സും തോന്നിയിട്ടുള്ളത് ഇവരെ രണ്ടുപേരുടെയും മറപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ അഭിലാഷാട്ടായും അതുപോലെ മാഹിൻ മൂവാറ്റുപുഴയും നല്ല മിമിക്രി കലാകാരന്മാർട്ടോ, അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവർക്ക് അതിന് പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഈ മറപ്പറ്റിയുള്ള യാത്ര. ഇതിൽ വിഷ്ണു കൊച്ചിക്കാരൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമാ ഫീൽഡിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവരോട് കുറച്ചെങ്കിലും ഈ 3 പേരിൽ ഒരു ആത്മാർത്ഥത തോന്നിയിട്ടുള്ളത്, അതായത് ഈ അലിൻ ജോസ് പെരേരയോടും സന്തോഷ് വർക്കിയോടും കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ വിഷ്ണു കൊച്ചിക്കാരനോടാണ്. കാരണം ഈ സന്തോഷ് വർക്കി ഇപ്പോൾ അറസ്റ്റിലായപ്പോൾ അയാളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഈ വിഷ്ണു കൊച്ചിക്കാരനാണ് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ വിഷ്ണു കൊച്ചിക്കാരനാണ്. പുള്ളി നമ്മളെ എന്തൊക്കെ വന്നാലും ഒന്ന് വൈറലാക്കി തന്ന ആള്. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചാൽ ആരും തന്നില്ല. ഏതായാലും 10 പേര് അറിയിച്ചത് പുള്ളി കാരണവും. അപ്പൊ പുള്ളിയുടെ കൂടെ നമ്മൾ ഈ സമയത്താണ് പുള്ളിയുടെ കൂടെ നിൽക്കേണ്ടത്. ഒരു ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോഴാണ് കൂടെ നിൽക്കേണ്ടത്, അല്ലാതെ മാറി നിൽക്കണ ശരിയല്ലല്ലോ. അത് ഇനി എന്തൊക്കെ ആയാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അഭിലാഷാട്ടായും ഈ വിഷ്ണു കൊച്ചിക്കാരൻ നിന്ന് സംസാരിക്കുമ്പോൾ അതിൽ വിഷ്ണു കൊച്ചിക്കാരൻ പറയുന്നുണ്ട് വേറെ ആരും തന്നെ ഇത്രയൊക്കെ കൂടെ നടന്ന ഒരാളും തന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് പറയുമ്പോൾ ഇത് കൊള്ളുന്നത് അഭിലാഷാട്ടായത്തിനാണെന്ന് അഭിലാഷാട്ടായത്തിന് മനസ്സിലായിട്ടില്ല. കാരണം വേറൊരു വീഡിയോയിൽ ഇയാൾ ജയിലിൽ പോയാലും വളരെ സങ്കടം, ഞാനൊരു കുപ്പി വെള്ളം പോലും കുടിക്കില്ല എന്നുള്ള ഹാസ്യരൂപേണ അവതരിപ്പിച്ചിട്ട് അഭിലാഷാട്ടായം ഒരു കുപ്പി വെള്ളം എടുത്ത് അടിച്ച് പൊളിച്ച് കുടിച്ച് തീർക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര വലിയ തമാശയാണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും കേട്ടോ. ഇത്രയും കൂടെ നടക്കുന്ന ഒരുത്തൻ നമ്മളൊരു സുഹൃത്ത് ജയിലായിരിക്കുമ്പോൾ നമ്മൾ തമാശക്ക് പോലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറാവും, ഒരിക്കലും ആവില്ല. അപ്പം അത്ര മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ അത് മണ്ടത്തരാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം കൂടി അയാൾ കാണിക്കുന്നില്ല. ഒന്നെങ്കിൽ അയാൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇവരോടൊന്നും അത്ര ആത്മാർത്ഥമില്ല. അയാൾക്ക് കയറി വരാനുള്ള ഒരു സോഴ്സായിട്ടാണ് ഈ അലിൻ ജോസ് പെരേരനെയും അതുപോലെ സന്തോഷ് വർക്കിനെയും കാണുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയ നല്ലതാണ്. അങ്ങനെയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ 4 പേരുടെ കൂട്ടത്തിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം ഉള്ളത് ഈ സന്തോഷ് വർക്കിങ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരിച്ചുവരവിൽ അയാൾക്ക് ചിലപ്പോൾ വലിയൊരു മാറ്റം കാണാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. ഇനി അയാൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും
ഓരോ വീഡിയോ ഇറക്കുമ്പോൾ അയാളൊന്ന് ചിന്തിച്ചു എന്ന് വരും. നാളെ ഇനിയും ജയിലിൽ പോയി കിടക്കണ്ടേ, അല്ലെങ്കിൽ അവിടെ പോയി കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നന്നായി അടുത്തൊരു വീഡിയോ ഒക്കെ അയാളുടെ എങ്ങനെ ഇറങ്ങുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തൊക്കെയായാലും ഒരു കലാകാരനാണല്ലോ, അയാൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിയൊക്കെ തിരിച്ചു വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അയാൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.